ഹലോ ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശീമച്ചക്ക അഥവാ കടച്ചക്ക കൊണ്ടൊരു ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിൻ്റെ ആദ്യമായിട്ട് തൊലിയെല്ലാം ചെത്തി കളയണം. എന്നിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. തൊലിയെല്ലാം ചെത്തിയിട്ട് വരാവേ. ഇതിൻ്റെ തോലെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലുള്ള ഭാഗമൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. ഒരു കട്ടിക്ക് മുറിച്ചെടുക്കണം. ശീമച്ചക്ക ഫുള്ളായിട്ട് അരിഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചേക്കുവാണേ. ഇനി ഇതിലോട്ട് മിക്സ് ചെയ്യാനുള്ള മാവ് തയ്യാറാക്കാം. ആദ്യം എടുക്കുന്നത് മൈദാ മാവാണ്. ഇതിന് ആവശ്യത്തിനുള്ള മൈദാ മാവ്. കടലമാവ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പം ഞാൻ മൈദാ മാവ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് കോൺഫ്ലവർ, നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി. അവരവരുടെ എരിവ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കണം. മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടുന്നത് കുറച്ച് കായപ്പൊടിയാണ്. ഇനി അടുത്ത് വേണ്ടുന്നത് ഉപ്പാണ്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ഇടാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ് എല്ലാ പൊടികളും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള അളവിന് കുഴച്ചെടുക്കണം. ഇനി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ഇത് വറക്കുന്നതിലേക്ക് ആവശ്യമായ എണ്ണ. എണ്ണ ചൂടായി വരുന്നവരെ സമയമുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ബജിക്കുള്ളത് ഇത് മുക്കി ഇട്ട് കൊടുക്കുന്നതാണ്. ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവിൽ മുക്കിയിട്ട് ശീമച്ചക്ക നല്ല വേവുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് നമ്മൾ കനം കുറച്ചരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം സോഡാപ്പൊടി ഒന്നും ചേർക്കരുത്. അത് വയറിനൊക്കെ വലിയ കേടാണ്. കടയിലൊക്കെ അത് ചേർക്കാൻ കാര്യമെന്ന് വെച്ചാൽ അവർക്ക് നല്ല സൈസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർക്കുന്നത്. വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരിക്കലും സോഡാപ്പൊടി ചേർക്കരുത്. അത് ഗ്യാസിന് ഭയങ്കര പ്രശ്നമാണ്. ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഈ ചക്ക ഐറ്റംസൊക്കെ ഗ്യാസ് ഉള്ളതാണ്. പിന്നെ സോഡാപ്പൊടിയും കൂടെ ചേർക്കുമ്പം കുറേ കൂടി പ്രശ്നമാവും. വീഡിയോ കാണുന്നവർ ശ്രീ ക്രിയേഷൻസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ബെല്ല്, ഓള് ഒക്കെ കൊടുക്കണം. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാലേ നമുക്ക് പുതിയ പുതിയ നല്ല വീഡിയോ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്.
ഇപ്പോൾ പാകമായിട്ടുണ്ട്, ബജി പാകമായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും ഇതുപോലുള്ള നാടൻ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. കടയിലൊക്കെ ആകുമ്പോഴത്തേനും അവർ പഴയ എണ്ണയൊക്കെ ഉപയോഗിക്കും. ഇത് നമ്മൾ വീട്ടിലാകുമ്പോഴത്തേനും അപ്പോഴപ്പോഴും അത്യാവശ്യത്തിന് വേണ്ടുന്ന മാത്രം എണ്ണ ഒഴിച്ചേ നമ്മൾ പലഹാരങ്ങളും ഉണ്ടാക്കത്തുള്ളൂ. അതും നല്ലതാണ്. നമ്മുടെ ശീമച്ചക്ക ബജി റെഡി ആയിട്ടുണ്ട്. കൂടെ കട്ടൻ ചായയും. എല്ലാവരും എടുത്തോളൂ.